നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. നല്ല പഞ്ഞി പോലുള്ളൊരു വട്ടയപ്പം. അപ്പോൾ നമുക്ക് നമ്മുടെ വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ഗ്ലാസ് ഇഡ്ലി റൈസാണ്. ഇഡ്ലി റൈസിന് പകരം പച്ചരി വേണേൽ യൂസ് ചെയ്യാം. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു 5-6 പ്രാവശ്യം കഴുകണം. വെള്ളം തെളിയണ വരെ കഴുകണം. അപ്പോൾ തന്നെ നമ്മുടെ വട്ടയപ്പം നല്ല വൈറ്റ് കളറിലിരിക്കുള്ളൂ. എന്നിട്ടൊരു 4 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം. ഇപ്പോൾ ഇത് 4 മണിക്കൂർ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് തേങ്ങ. അപ്പോൾ ഞാനൊരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പകുതി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം, പകുതി നമുക്ക് അരിയുടെ കൂടെ അരയ്ക്കണം. ഒരു തേങ്ങയുടെ പകുതി ഞാനിപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇതിൻ്റെ പാലെടുക്കാം. ഇതാ നമ്മൾ തേങ്ങ നന്നായിട്ട് അടിച്ചെടുത്തു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇതാ നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ അരി അരച്ചെടുക്കാം. നമുക്ക് 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. അരിയുടെ പകുതി ഇപ്പം മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് പകുതി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്, വെള്ളം യൂസ് ചെയ്യണില്ല. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പകുതി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. തരികളൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ അരി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ അരച്ചെടുക്കുക. ബാക്കിയുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ തേങ്ങാപ്പാൽ. ഇതാ നമ്മുടെ അടുത്ത ബാച്ചും അരച്ചുകൊണ്ട് വന്നു. ഇത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ മാവിൽ നിന്ന് ഒരു തവി മാവെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് കപ്പി കാച്ചണം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് കപ്പി കാച്ചാം. അപ്പം എന്താ നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് അങ്ങ് കുറുകി പോകും. ചെറിയ തീയിൽ വെച്ച ഒരു 7-8 മിനിറ്റ് ആകും നന്നായിട്ട് കുറുകി വരാൻ. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതാ നമ്മുടെ മാവ് ചെറുതായിട്ടൊന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതാ അത്യാവശ്യത്തിന് തിക്കായിട്ടുണ്ട്. കണ്ട ഒട്ടും കട്ട പിടിച്ചിട്ടില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുന്ന കാരണമാണ്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറണം. അപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്താ നമ്മുടെ കപ്പി കാച്ചിയത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കണ്ട. നമുക്കിതൊരു മിക്സി ബൗളിലേക്ക് മാറ്റാം. ഡയറക്റ്റായിട്ട് മാവിലേക്ക് ഇട്ടാൽ ചിലപ്പോൾ കട്ട പിടിച്ചിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മാവിൽ നിന്ന് ഒരു 2 തവി മാവെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ വട്ടയപ്പത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് തീരുമാനിക്കണം. ഞാനിവിടെ അത്യാവശ്യം മധുരത്തിലാണ് നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അത് കാരണം ഞാനൊരു 3/4 കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തോരം മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഈസ്റ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് വലിപ്പമുള്ള ഈസ്റ്റാണ്, കടുക് പോലെ ഇരിക്കുകയല്ലേ അതേപോലത്തെ. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്ത് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഇളം ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കണതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഈസ്റ്റ് ആണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ. ഇത് നമുക്കിനി ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിക്കാൻ വേണ്ടി വെക്കണം. പുളിക്കുന്നതിൻ്റെ സമയം നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചാണ്. ഇപ്പം നല്ല ചൂടുള്ള സമയമായ കാരണം പെട്ടെന്ന് തന്നെ പുളിച്ചു പൊങ്ങും, ഒരു 5-6 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം, നന്നായിട്ട് പുളിച്ചു പൊങ്ങട്ടെ. എന്നിട്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് പുളിച്ചു പൊങ്ങണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്താ നമ്മുടെ മാവ് വെച്ചിട്ട് ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് പുളിച്ചു പൊങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി എടുക്കാം. ഉപ്പും മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്താ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. റൗണ്ട് ആയിട്ടുള്ള ഏത് പാത്രം ഉണ്ടോ അതെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് പരട്ടി കൊടുക്കാം. എണ്ണയോ നെയ്യോ യൂസ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് എണ്ണ ഒന്ന് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മുടെ മാവിലേക്ക്. അപ്പം ഞാൻ ചേർക്കണില്ല, മാവ് ഒഴിച്ചു കൊടുക്കാം. വട്ടയപ്പത്തിന് എന്തോരം തിക്നെസ് വേണോ അത്രയും മാവ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി തിക്നെസ് വേണ്ട. ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വട്ടയപ്പ പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റേലും ആകും നന്നായിട്ട് വെന്ത് വരാൻ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കാഷ്യൂ നട്ടോ കിസ്മിസോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിപ്പോൾ വെക്കരുത്, കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക. ഇപ്പോൾ വെച്ച മാവിലേക്ക് അങ്ങ് താഴ്ന്നു പോകും. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രം അടച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലി പാത്രം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അതാ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തോന്ന്. ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം എന്തോന്ന്. വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ വട്ടയപ്പം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം എന്താ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതാ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇനി ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.